ഇന്നലെ നമ്മൾ ഏറെ ചർച്ച ചെയ്ത, ഏറെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ മാനന്തവാടിയിലിറങ്ങിയ തണ്ണീർക്കൊമ്പൻ എന്ന കാട്ടാനയെ തിരികെ കർണാടകത്തിലേക്ക് മയക്കുവെടി വെച്ച് പിടികൂടി തിരികെ കർണാടകത്തിലെ ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ രാമപുര എന്ന് പറയുന്ന ക്യാമ്പിലേക്കാണ് ആനയെ എത്തിച്ചത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും വലിയൊരു ദൗത്യമായിരുന്നു. ഇന്നലെ ഒരു പകൽ മുഴുവൻ കേരളത്തെ ഒന്നടങ്കം മാനന്തവാടിയിലേക്ക് കണ്ണുനട്ട് ഇരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ വലിയ ആശങ്കയിൽ നമ്മളെ നിർത്തുകയായിരുന്നു. പക്ഷേ വനം വകുപ്പിൻ്റെ ദൗത്യസംഘം വിജയകരമായി ആ ദൗത്യം പൂർത്തിയാക്കുന്ന കാഴ്ച നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞു. ഒരു നാശനഷ്ടമോ അതല്ലെങ്കിൽ ദൗർഭാഗ്യകരമായ സംഭവങ്ങളോ ഒന്നുമില്ലാതെ ഏറ്റവും ഭംഗിയായി ആ ദൗത്യം ഇന്നലെ വനം വകുപ്പ് പൂർത്തിയാക്കുകയുണ്ടായി. തണ്ണീർക്കൊമ്പൻ ദൗത്യം വിജയകരം. വയനാട് മാനന്തവാടിയിൽ നഗരത്തിലിറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെച്ച ശേഷം ലോറിയിൽ കയറ്റി ബന്ദിപ്പൂർ വനമേഖലയിൽ എത്തിച്ചു. ആനയെ കാട്ടിലേക്ക് തുറന്നുവിടും. വിവരങ്ങളുമായി ജോഷിലയാണ് നമ്മളോടൊപ്പം ചേരുന്നത് വയനാട്ടിൽ നിന്ന്. നമുക്ക് നോക്കാം ഇന്ന് എന്താണ് ഈ സംഭവത്തിന് തുടർച്ചയായി നടക്കാൻ പോകുന്നതെന്ന്. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം? പിടികൂടിയോ? കാട്ടാനയെ പിടികൂടിയിരിക്കുന്നു. തണ്ണീർക്കൊമ്പനെ ഞങ്ങൾ ബന്ദിപ്പൂർ വനത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഇവിടെ വളരെ സമാധാനപരവും ശാന്തവുമായി നീങ്ങുകയാണ്. തണ്ണീർക്കൊമ്പനും അതുപോലെ തന്നെ വളരെ ശാന്ത സ്വഭാവമുള്ള ആളായിരുന്നു എന്നാണ് നാട്ടുകാർ. കൊമ്പനടക്കം നന്ദി പറയുന്ന ഒരു സ്ഥിതി ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഉണ്ടായിരുന്നു. കാരണം ഇത്രയും മണിക്കൂറുകൾ ഇവിടെ നിന്നപ്പോഴും വലിയ ജനദ്രോഹപരമായ ഒരു കാര്യവും തണ്ണീർക്കൊമ്പൻ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നത് ഇന്നലെ തണ്ണീർക്കൊമ്പൻ ഉണ്ടായിരുന്ന വാഴത്തോപ്പിലാണ്. വാഴത്തോപ്പിൽ വാഴകൾ നശിപ്പിച്ച നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പോലും ഈ ഒരു വലിയ വാഴത്തോപ്പിന്റെ ഒരു ഭാഗം മാത്രമാണ് നശിപ്പിച്ചത്. അത് നടന്നു പോകുന്ന വഴിയും മാത്രമാണ് ഈ വാഴകൾ നശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ പോലും കർഷകർക്ക് വലിയ തോതിലുള്ള നഷ്ടം ഉണ്ടായിരിക്കുന്നു. മറ്റ് നശിക്കാത്ത വാഴകൾക്കിടയിലൂടെ നടന്നതുകൊണ്ട് പോലും ആ വലിയൊരു നഷ്ടത്തെ ഇനി കർഷകർ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. അതൊരു വിഷമകരമായ ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും തണ്ണീർക്കൊമ്പിനെ കുറിച്ചും ഇന്നലത്തെ ഒരു അനുഭവത്തെ കുറിച്ചും ഒക്കെ പറയാൻ ഞങ്ങൾക്ക് ഇവിടെ രാവിലെ തന്നെ ചില അയൽവാസികൾ ഞങ്ങളെ കണ്ടിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ഈ ചുരം കയറി ഇന്നലെ വയനാട്ടിലേക്ക് വരുന്നു, വലിയൊരു ദൗത്യത്തിന്റെ ഭാഗമാകുന്നു. ഒടുവിൽ രാത്രി വൈകി ആനയെ തിരികെ ബന്ദിപ്പൂരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞൊരു സാഹചര്യമാണ് ഇന്നലെ പകൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ജോഷില പറയുന്നതനുസരിച്ചാണെങ്കിൽ മാന്യനായ ഒരു ആനയായിരുന്നു ഈ തണ്ണീർക്കൊമ്പൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഇന്നലത്തെ ആ ഒരു പകൽ നീണ്ട ദൗത്യം, ഒപ്പം തന്നെ ആ നാട്ടുകാരുടെയൊക്കെ അനുഭവം പറയാം. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. എന്നാൽ അതിൽ മാനന്തവാടി ടൗൺ ഇതിൻ്റെ നേരെ മുകളിൽ ആണ് മാനന്തവാടി ടൗൺ എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ താഴെ ഉള്ള വയലിലാണ്, അതായത് ചതുപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇന്നലെ കൊമ്പൻ വിളയാട്ടം നടത്തിയത്. എന്നാൽ മറ്റ് ജനമേഖലയിലേക്ക് അത് കയറാനുള്ള ശ്രമം 2 തവണ നടത്തിയെങ്കിലും മാത്രമല്ല അത് വന്നത് തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് കൂടിയാണ് വന്നത്. എന്നിട്ട് പോലും ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് തണ്ണീർക്കൊമ്പൻ മാറിയിട്ടില്ല. തണ്ണീർക്കൊമ്പനെ ഇന്നലെ രാവിലെ അടുത്തുകൂടെ പോയപ്പോൾ കണ്ട ആളുകളാണ് ഇവർ. റേച്ചൽ ചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ചേച്ചി, എന്താണ് ഇന്നലത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു? ആദ്യമായിട്ടല്ലേ ആന ഇവിടേക്ക് വരുന്നത്? ആദ്യമായിട്ടാണ് ആന ഇവിടേക്ക് വരുന്നതും ആദ്യമായിട്ടാണ് കാട്ടാനയെ ഇത്ര അടുത്ത് കാണുകയും ചെയ്തത്. രാവിലെ ഒരു 7-8 മണിയോടുകൂടിയാണ് സിവിൽ സ്റ്റേഷൻ്റെ അവിടെ അടുത്താണ്. അവിടുന്ന് നേരെ റോഡ് ക്രോസ് ചെയ്ത് പോലീസ് സ്റ്റേഷൻ്റെ അതുപോലെ പോലീസ് ക്വാർട്ടേഴ്സിൻ്റെയും ഒക്കെ സൈഡിൽ കൂടെ വന്നിട്ട് നേരെ അക്കരെ ഒരു വാഴയുണ്ട്, അവിടെ ഇറങ്ങി 2 മരങ്ങളെല്ലാം ഉന്തിയിട്ടിട്ട് വളരെ ലൈവായി നല്ല ഇതിൽ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ കുറച്ച് നേരം നിന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ വാഴയ്ക്കകത്തേക്ക് കയറുകയാണ് ചെയ്തത്. പക്ഷേ യാതൊരു പ്രകമ്പനങ്ങളോ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്നതായ യാതൊരു ഇതും കൊമ്പൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞ് ഈ ജനങ്ങൾ 4 വശത്തും കൂടി നിന്ന് കഴിഞ്ഞപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്? അതും ഡൗണ്, ഇത് ഡൗണ്, ഇത് മൊത്തം ഡൗണാണ്. അതിൻ്റെ നടുക്കാണ് ഞങ്ങളുള്ളത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ഒരു ഉച്ചയോട് കൂടി ഞങ്ങൾ താമസിക്കുന്ന ഈ ഗ്രൗണ്ടിൽ കൂടെ നേരെ അതുപോലെ തന്നെ ലൈവായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അവിടെ ചെന്നപ്പോഴത്തേനും റോഡിലേക്ക് ഇറങ്ങുന്ന വഴിയാണ്. അവിടുന്ന് ചെന്നപ്പോഴത്തേക്കും വീടുകൾ അടുത്തടുത്ത് അവിടെ ചെന്ന് പെട്ടെന്ന് അബൌട്ട് ടൈം തിരിഞ്ഞു അതേപോലെ നല്ല സ്പീഡിൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞു. അവിടുന്ന് കയറി ഞങ്ങളുടെ കിണറിൻ്റെ അടുത്ത് അവിടെ നിന്ന് കുറച്ച് മണ്ണെല്ലാം വാരി തലയിലിട്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെയും കിടന്ന് കുറച്ച് വിനോദിക്കുന്നു.
അത് കഴിഞ്ഞിട്ട് പുള്ളി പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങി. ചേച്ചി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ചേച്ചി ഇന്നലെ ഈ സമയത്ത് വളരെ പരിഭ്രാന്തിയിലായിരുന്നു. രാത്രി ആകുമ്പോഴേക്ക് കൊമ്പൻ പോവോ, ഇതൊക്കെ ഞങ്ങൾ ഉച്ചയ്ക്ക് കണ്ടപ്പോൾ ചേച്ചി ഞങ്ങളോട് പറഞ്ഞത് ഇതാണ്. രാത്രി ആകുമ്പോഴേക്ക് ഇവൻ കാട് കയറുമോ, എന്താണ് അവസ്ഥ, ചെറിയൊരു പേടിയുണ്ട് എന്നുള്ളതൊക്കെ ആയിരുന്നു അല്ലേ ചേച്ചി? പേടിയുണ്ട്. രാത്രിയായ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. നിങ്ങളെല്ലാം ഉണ്ടാവും എങ്കിൽ തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ, അങ്ങനത്തെ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ കൗതുകകരമായ ഒരു കാഴ്ചയും ആയിരുന്നു. പേടി ഉള്ളിലുണ്ടെങ്കിൽ തന്നെയും നല്ല കൗതുകമായ ഒരു കാഴ്ച. രാത്രി ആകുമ്പോഴേക്ക് സന്തോഷമായി. രാത്രി ആകുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി. എല്ലാവരും പോയി കഴിഞ്ഞപ്പം ഒരു നിരാശ പോലെയും ആയിപ്പോയി കുറേ സമയം. കൊമ്പൻ ഇവിടെ വേണമായിരുന്നോ? വേണമായിരുന്നല്ല, എന്നാലും അത്ര ഒരു ലൈവായിട്ട് കാണാൻ ഇവിടുന്നല്ലേ ഞങ്ങൾ TV വെച്ചിട്ടാ കണ്ടുകൊണ്ട്. നമ്മൾക്കിതൊക്കെ സന്തോഷവും കാണാനുള്ള ഒരു കൗതുക കാഴ്ചയായിരുന്നെങ്കിൽ ദൗത്യ സംഘത്തിന് അത് അത്ര കൗതുക കാഴ്ചയല്ല. മാത്രമല്ല ഇതിപ്പോ നമ്മുടെ അയലൊക്കത്ത് പണിയെടുക്കുന്ന ഈ വാഴത്തോട്ടാ, ആ പാവം ഒരു 3-5-6 പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വളരെയധികം സാഹസപ്പെട്ടാണ് ഇവിടെ ജനനിബിഡമായ ഈ സ്ഥലത്ത് നിന്നും ആനയെ കൊണ്ടുപോയത്. അതിനെ കുറിച്ച് എന്താ പറയാ? അവര് രാവിലെ മുതൽ ഈ സമയം ആന ഇവിടെ എപ്പോൾ കയറി അപ്പം മുതൽ ഇവിടെ അവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ജോലിക്കാരും ഫോറസ്റ്റുകാരും പോലീസുകാരും ഫോറസ്റ്റുകാരുടെ നേതാക്കന്മാരും അങ്ങനെയുള്ള, പിന്നെ അതുപോലെ ആനയെ സ്നേഹിക്കുന്ന ഡോക്ടർമാരും എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക സഹകരണമായിരുന്നു. അതുപോലെ ഞങ്ങളെയും നിന്ദിക്കുക, പുറത്തിറങ്ങണ്ട, ഡ്രസ്സിൻ്റെ മുകളിൽ നിൽക്കുക എന്നെല്ലാം പറഞ്ഞു നമ്മുടെയൊക്കെ അടുത്തോടെ എപ്പോഴും അവരുടെ സാന്നിധ്യവും വളരെയേറെ അഭിമാനിക്കത്തക്കതായിരുന്നു. യാതൊരു കുറവും ഇവരുടെ ആരുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിന്മേൽ വന്നിട്ടില്ല. അതും ഞങ്ങൾക്കൊരു സന്തോഷകരമായ കാര്യമാണ്. കാരണം ഒരു എത്തിയപ്പോഴത്തേനും അവർ ഓടിയെത്തി. എന്തുവെച്ചാൽ ഇത് ജനനിബിഡമായ ഒരു സ്ഥലമാണ്. പിന്നെ ഏറ്റവും താഴെ താമസിക്കുന്ന ഞങ്ങളുമാണ്. അവിടെ ആനയ്ക്കും ബുദ്ധിമുട്ടില്ല, ജനങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധം ആർക്കും ബുദ്ധിമുട്ട്. നല്ല എന്താ സമീപനം, എല്ലാവരും നല്ല അവരവരുടെ ഡ്യൂട്ടിയുടെ പിന്നെ ഓരോരുത്തരും ചെയ്യേണ്ടതെല്ലാം നല്ല ഭംഗിയായി അവർ ചെയ്തു. രാവിലെ തൊട്ട് ഊണുമില്ല, ഉറക്കമില്ല, വെള്ളം കൂടി ഇല്ലാതെ വന്ന് ഇരിക്കുന്ന നമുക്ക് പാവം തോന്നി. അത് വളരെ കഷ്ടം തോന്നി. ചേച്ചി ജെസ്സി ചേച്ചി എന്താ പറയാനുള്ളത്? ഇന്നലെ ഞാൻ കാണുമ്പോൾ ചേച്ചി പേടിച്ചിരിക്കായിരുന്നു. രാത്രി പോവോ ഇല്ലയോ എന്നൊരു പേടിയുണ്ട്. പോയില്ലെങ്കിൽ എന്താവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ പോയപ്പോൾ ഒരു സമാധാനം തോന്നി. ആൾക്കാരുടെ ജീവനക്കാരുടെ കഷ്ടപ്പാടും അതൊരു ഭയങ്കരമായിരുന്നു. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോടെ വരാതെ ആയപ്പോൾ ഉള്ള ഒരു അങ്കലാപ്പും ഒരു സമയത്ത് അത് ഭയങ്കരമായി പേടിപ്പിച്ചു. നമ്മൾ അതുവരെ ഇതിലെ വട്ടം കറങ്ങി നിന്ന പുള്ളി ആ കുന്നിലേക്ക് കയറിപ്പോയി, കോളനിയിലേക്ക് കയറിപ്പോയി. അപ്പം അത് ഭയങ്കര നിരാശയോടെ ജീവനക്കാർ എല്ലാം അക്ഷമയോടെ കാത്തു നിന്ന ഒരു സമയമായിരുന്നു. അതിനുശേഷം എന്തായാലും പിടിച്ചു കൊണ്ടുപോയി, സന്തോഷം തോന്നി. ഇവിടെ കുറെ പേരുടെ കൃഷി നശിച്ചിട്ടുണ്ട്. കൃഷി ഞാൻ പറഞ്ഞല്ലോ, കഷ്ടം, സങ്കടമുണ്ട്. എന്ന് വെച്ചാൽ ഇതേ ജീവനെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ നമുക്ക് വന്നാലോ മറ്റേ അയാളെ 2 പേരാണ് വാഴ വെച്ചിരിക്കുന്നത്. ഒരു രാജേട്ടനും ഒരു മത്തായി ചേട്ടനും. ഈ മത്തായി ചേട്ടൻ എന്ന് പറഞ്ഞാൽ രാജേട്ടനും മത്തായി ചേട്ടനും ഒക്കെ അതിൻ്റെ നടുക്കാണ് രാവിലെയുമായിട്ട്. മത്തായി ചേട്ടൻ ഒരു ഓട്ടോയുള്ളത് കൊണ്ട് 2, 3, 4 നേരത്ത് ഇവിടെ വരും. മറ്റേ രാജൻ ചേട്ടൻ അത് നേരം വെളുക്കുമ്പം ആ വാഴയ്ക്കകത്ത് കയറിയാൽ ഒരു 5-5:30 ആകുമ്പോഴാണ് ആ ചേട്ടൻ ഇറങ്ങിപ്പോകുന്നത്. 2 പേരും അവരുടെ ജീവൻ കൊടുത്ത് ചെയ്യുന്നു. ഇതിലൊരു സങ്കടമുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ആനയോട് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ എന്തായാലും ഏറ്റവും അടുത്ത് ഞങ്ങളിവിടെ താമസിക്കുന്ന ഞങ്ങൾക്ക് എല്ലാ ജോലിക്കാർ, ഇതിൻ്റെ ഫോറസ്റ്റുകാരായാലും പോലീസുകാരായാലും ചാനലുകാരായാലും ആദ്യം തൊട്ട് അവസാനം വരെയും നല്ല രീതിയിൽ അവർ പിന്നെ എല്ലായിടത്തും ഒരു ആനയോ കടുവ എന്തെങ്കിലും ഇറങ്ങിയാൽ ചുമ്മാ എല്ലാവരും ചീത്ത പറയുന്നൊരു സംഭവം കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നമുക്കിവിടെ അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, നമുക്ക് സങ്കടം തോന്നി. ഞാൻ എന്നിട്ട് പലരോട് പറയുകയും ചെയ്തു, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ചോറോ അതെങ്കിലും വെച്ചോട്ടെ. ഞാനൊരു ടീച്ചറായിട്ട് അല്ല, ഞാനൊരു റിട്ടയർഡായ ടീച്ചറാണ്. അപ്പം നമുക്ക് അതിൻ്റേതായ ഒരു വിഷമമുണ്ട്. ഇങ്ങനെ പട്ടിണിയൊക്കെ മനുഷ്യൻ നടക്കുമ്പോൾ നമ്മളിപ്പോഴും ചോദിച്ചു ചോറ് വെക്കണോ, ചായ ഇടണോ.
പക്ഷെ ചേച്ചി വെക്കാത്തത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ ഈ ജോലിക്കിടയിൽ അതുപോലെ ഫോറസ്റ്റുകാരുടെ ഈ ദൗത്യത്തിനിടയിൽ ഇതിനൊന്നും സമയം കിട്ടില്ല. അല്ല അതറിയില്ലല്ലോ മോനെ, അതറിയില്ലല്ലോ നമുക്ക് ഇവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇവരുടെ ആ കഷ്ടതയും വിശപ്പും അവർ ഓടി നടക്കുന്നതും എല്ലാവരും എത്തി. ആരും ഒരു പിന്നെ കുറ്റം പറയാൻ നമുക്കില്ല ഒരു തരത്തിൽ. മനു, ഇത് തന്നെയാണ് പറയാനുള്ളത്. ഫോറസ്റ്റുകാരുടെ ഒരു വനം വകുപ്പിന്റെ ഒക്കെ ഒരു ദൗത്യം, ആ സമയത്തുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ നേരിട്ട് കണ്ടവരാണിവർ. അതുപോലെ തന്നെ ഇതിനടുത്തുള്ള ചേട്ടന്റെ പേര് ഞാൻ മറന്നുപോയി, ജസീർ അല്ലേ? ചേട്ടൻ എവിടെയുണ്ട്? ഇന്നലെ ആ വീട്ടിൽ നിന്നായിരുന്നു മറ്റ് ആളുകൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത ആളാണ്. ഇവർ വനവകുപ്പിന് പോലും അല്ലെ, വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം ഭക്ഷണമൊക്കെ കൊടുത്ത ആളാണ്. ആദ്യമായിട്ടാണ് ഇത്തരം ഒരു അനുഭവം ഇദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. ഇവിടെ ആന വരുന്നു, ഈ പരിസരത്ത് ആകെ വെപ്രാളം ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് പങ്കുവെക്കാം. എന്താ അവസ്ഥ? തീർച്ചയായും ഇന്നലെ ഒരു 8 മണിയോടുകൂടെ ആയിരുന്നു ഈ പ്രദേശത്തേക്ക് ആന വന്നതും. അതിനുശേഷം ഫോറസ്റ്റുകാർ ട്രഷറീൻ്റെ അതിലെയാണ് ഓടിച്ചിറങ്ങി സ്റ്റേഷൻ്റെ അതുവഴി ഇറങ്ങി ഈ വാഴയിലേക്ക് ഇറങ്ങായിരുന്നു ആന. അതിനുശേഷമാണ് വീണ്ടും ഈ പ്രദേശത്തേക്ക് വന്ന് മാറി നിന്നത്. ആ സമയത്ത് ഒരുപാട് വാഴകളൊക്കെ ഉള്ളിൽ ഓടിച്ചു കളയും, അതുപോലെ തെങ്ങ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എല്ലാം നശിപ്പിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയത്. വീണ്ടും അത് ആ റോഡിലേക്ക് കയറുകയും അവിടെ നിന്ന് ജനങ്ങൾ ബഹളം വെക്കുകയും വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന് പിന്നെയാണ് ഇവിടെ മണിക്കൂറുകളോളം തമ്പടിച്ചത്. പക്ഷെ ആന ഇവിടെ നിന്നതിന് ശേഷം വലിയ പ്രശ്നങ്ങളൊന്നും വൈകുന്നേരം വരെ ഉണ്ടാക്കിയിട്ടില്ല. തീർച്ചയായും ഒരു പ്രശ്നമില്ല, വളരെ സൈലന്റ് ആയിരുന്നു ആന. യാതൊരു വിധത്തിലുള്ള ആക്രമണ സ്വഭാവം മറ്റു കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അതേസമയം തന്നെ രാത്രിയാകുമ്പോൾ എന്താകും എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. തീർച്ചയായും ഭയം ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ അതിന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് നമ്മൾ സംശയിച്ചിരുന്നു. പക്ഷേ ഫോറസ്റ്റും അതുപോലെ പോലീസും മറ്റും അതുപോലെ കുങ്കിയാനയുടെ പാപ്പാന്മാർ, അവരെ കുറിച്ച് പറയാതെ പറ്റില്ല. അവർ വന്നതിന് ശേഷമാണ് അവർക്ക് വെടിവെക്കാനുള്ള ഒരു സ്പോട്ടിലേക്ക് ആനയെ പടക്ക് എറിഞ്ഞും അതുപോലെ കല്ലെറിഞ്ഞും ആ സ്പോട്ടിലേക്ക്, ഇതാ ഞാൻ നിൽക്കുന്ന ഈ പരിസരത്താണ്, ഇവിടുന്നാണ് വെടിവെച്ചത്. ഈ പരിസരത്തേക്ക് അതിനെ കൊണ്ടുവരാൻ നേരെ പ്രയാസപ്പെട്ടത് ആ കുങ്കിയാനയുടെ പാപ്പന്മാർ. അവരെ ഞങ്ങൾ പേരൊന്നും അറിയില്ല, എന്നാൽ അവരെ അഭിനന്ദിക്കാതെ വയ്യ. ഇതാണ് മനു, ഞങ്ങൾ നിൽക്കുന്ന ഈ സ്പോട്ടിലായിരുന്നു ആന ഇന്നലെ മയക്കുവെടിയേറ്റ സമയത്ത് നിന്നിരുന്നത്. ഇതിലേക്ക് ഇറങ്ങി വരാനുള്ള ധൈര്യം ആ സമയത്ത് ആർക്കും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വളരെ സുരക്ഷയോടുകൂടി അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരടക്കം തടയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഈ വാഴത്തോപ്പിനുള്ളിലായിരുന്നു എല്ലാ പരാക്രമണങ്ങളും കാണിച്ചുകൊണ്ട് ആന നിന്നത്. ഇവിടേക്ക് വന്നു, പിന്നീട് പടക്കം എറിഞ്ഞപ്പോൾ ഇവിടേക്ക് വന്നു നിന്നു. കൃത്യമായി മയക്കുവെടി വെക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വയനാട് നല്ല തണുപ്പുള്ള സമയമാണ്. എന്തായാലും ഇവരൊക്കെ ഈ ഒരു കാഴ്ച കാണാൻ, അതായത് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള ഒരു കാഴ്ച കാണാനായി ഇവരൊക്കെ തന്നെ വന്ന് നോക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ പങ്കുവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മനു. തീർച്ചയായും ഇപ്പോൾ ഈ ആനയെ ബന്ദിപ്പൂർ വനത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആനയെ അവിടെ തുറന്നു വിട്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്താണ് അറിയാൻ കഴിയുന്നത്? രാമപുര എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ക്യാമ്പിലേക്കാണല്ലോ ആദ്യം പോയതെന്ന് അറിയുന്നു. അതിനുശേഷം ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ്? ക്യാമ്പിലേക്ക് എത്തിച്ചു എന്നുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. മറ്റു വിവരങ്ങൾ അടുത്ത ബുള്ളറ്റിനുകളിൽ നൽകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആന ഒരു വലിയൊരു പ്രശ്നക്കാരനല്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. കർണാടകയിൽ നിന്നും ആളുകൾ പറഞ്ഞിരുന്നതും ഇത് തന്നെയായിരുന്നു, ആന കൃഷിനാശം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടുത്തെ കർഷകർക്ക് ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ തന്നെയാണ്, വളരെ പ്രതീക്ഷയോട് കൊലക്കാറായ വാഴകളാണ്, അതൊക്കെ വലിയ പ്രതീക്ഷകളോടുകൂടി വളർത്തിയതാണ്. അതിൻ്റെ ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വലിയ പ്രശ്നക്കാരനല്ലാത്തതുകൊണ്ട് ജീവനിൽ ഭയമുള്ളവരാണല്ലോ എല്ലാവരും. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രശ്നത്തിലേക്ക് ആന കടന്നിട്ടില്ല എന്നുള്ളത് തന്നെ വളരെ ആശ്വാസകരമാണ്. അപ്പോഴേക്കും ഉദ്യോഗസ്ഥരൊക്കെ, വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ജില്ലാ കളക്ടർ രേണു രാജിന്റെ നേതൃത്വത്തിൽ ഇവർക്കുള്ള എല്ലാ ആശ്വാസ നടപടികളും സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ജനങ്ങളെ അപ്പോൾ തന്നെ 144 പ്രഖ്യാപിക്കുകയും ആ ഒരു പരിസരത്ത് നിന്നും ജനങ്ങളെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഉച്ചവരെ ജനങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ആന ആക്രമകാരിയല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആളുകൾ വന്നത്. എന്നാൽ ഇത്തരം ഒരു താഴ്ന്ന പ്രദേശത്ത് ആയതുകൊണ്ട് ജനങ്ങൾക്ക് മുകളിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കത് കാഴ്ച എന്നൊക്കെ പറയാം, പക്ഷേ ഇന്നലെ ആ സമയത്ത് വലിയ ആശങ്കയായിരുന്നു, വലിയ ഭയമായിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആ രീതിയിലായിരുന്നല്ലോ ആനയുടെ ഒരു വരവ് നിൽപ്പുമൊക്കെ. എന്തായാലും വലിയൊരു ആശങ്കയായിരുന്നു. അതെ, എന്തായാലും അതൊക്കെ നല്ല രീതിയിൽ തന്നെ പര്യവസാനിച്ചു എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവിടെ ജോഷ്ലച്ചി ആനയെ പിടിക്കാൻ പോയതിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് എഴുതുന്നുണ്ട്. ജോഷ്ലയുടെ റിപ്പോർട്ടിംഗ് തണുപ്പുള്ള കാലാവസ്ഥയാണ് കേട്ടോ. അതെ അതെ അതെ
ഇവിടെ ജോഷ്ലേജി ആനയെ പിടിക്കാൻ വന്നതിനെ കുറിച്ച് നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കൾ എഴുതുന്നു. ജോഷിയുടെ റിപ്പോർട്ടിംഗ് നല്ലതാണ്. ഒരു വനിതാ റിപ്പോർട്ടർ കേരളത്തിൽ ആദ്യമാണെന്ന് തോന്നുന്നു നാട്ടിലിറങ്ങിയ ഒരു കാട്ടാനയെ പിടിക്കാൻ പോയതെന്നൊക്കെ പറയുന്നുണ്ട്. ദേവരാജൻ എന്ന പ്രേക്ഷകൻ എഴുതുന്നുണ്ട്. അപ്പോൾ കാട്ടാനയും ജോഷിലെയും മുഖാമുഖം അല്ലേ? അത് ശരി. തീർച്ചയായും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ആന എന്നെ കണ്ട് പേടിക്കുമെന്നുള്ളത്. അത് ഏകദേശം സംഭവിച്ചിട്ടുണ്ട്. മറ്റേ കിലുക്കത്തിനകത്ത് ജഗതി പറയുന്ന പോലെ ആന എവളെ കണ്ട് ഓടിക്കാണോ എന്ന് പറയുന്നത് പോലെ അതാണോ സംഭവിച്ചത്? തീർച്ചയായും ഓടിക്കാണോന്ന്. അപ്പൊ ശരി, നമുക്ക് കാണാം. ഞാൻ ആ ഒരു മറുപടിയാണ് പ്രേക്ഷകരിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ശരി, അപ്പൊ ഓക്കെ, താങ്ക് യു ജോഷില. അപ്പോൾ പി വി ജോഷിലയാണ് നമുക്ക് ഈ വിവരങ്ങളൊക്കെ വയനാട്ടിൽ നിന്ന് നൽകിയത്.